നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ഒക്ടോബർ മാസത്തിലെ മകേര നക്ഷത്രക്കാരുടെ ഒരു ജ്യോതിഷ വിശകലനമാണ്. ഈ മാസം മകേര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നിർണായകമായ ഒരു സമയമാണ്. ഈ മാസം പുതിയ തുടക്കങ്ങളുടെയും ലക്ഷ്യങ്ങൾ നേടുന്നതിൻ്റെയും പ്രാധാന്യം വിളിച്ചോതുന്നുണ്ട്. ഈ വർഷത്തെ വിജയദശമി ഒക്ടോബർ ആദ്യവാരം, അതായത് 1-2 ദിവസങ്ങളിലാണ് വരുന്നത്. ഇത് ജീവിതത്തിലെ വിവിധ മേഖലകളിൽ പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലെ ലക്ഷ്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുന്നതിനും അനുയോജ്യമായ സമയമാണ്. ഒക്ടോബർ മാസത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനവും അവയുടെ സ്വാധീനവും വിശകലനം ചെയ്തുകൊണ്ട് തൊഴിൽ, സാമ്പത്തികം, പ്രണയം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ പ്രധാന മേഖലകളിലെ സാധ്യതകളും വെല്ലുവിളികളും വിശദമായി നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ നക്ഷത്ര പ്രവചനങ്ങൾ കേവലം ഭാവിയെക്കുറിച്ചുള്ള സൂചനകൾ മാത്രമല്ല, ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകളെയും അവരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു ഉൾക്കാഴ്ച കൂടിയാണ്. മകര നക്ഷത്രത്തിൻ്റെ തനതായ സ്വഭാവങ്ങളും അതിനെ സ്വാധീനിക്കുന്ന രാശികളും ഈ മാസത്തെ ഫലങ്ങളെ എങ്ങനെ രൂപപ്പെടുത്തുന്നുവെന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരു നക്ഷത്രത്തിൻ്റെ മാസഫലങ്ങൾ മനസ്സിലാക്കുന്നതിന് ആ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ അടിസ്ഥാന സ്വഭാവത്തെക്കുറിച്ച് ഒരു ധാരണ അനിവാര്യമാണ്. മകേര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2 തരത്തിലുള്ള സ്വഭാവം പ്രകടിപ്പിക്കുമെന്ന് ജ്യോതിഷത്തിൽ കാണുന്നു. ഇവർ ശുദ്ധമനസ്കരും ആത്മാർത്ഥതയും സമർത്ഥതയും മുഖമുദ്രയാക്കിയവരാണ്. മറ്റുള്ളവരോട് കാര്യങ്ങൾ തുറന്നു പറയാൻ ഇവർക്ക് മടിയൊന്നുമില്ല. എങ്കിലും ഈ സ്വഭാവം ചില സമയങ്ങളിൽ ഇവർക്ക് തിരിച്ചടിയായി മാറിയേക്കാം. സ്വന്തം പ്രയത്നം കൊണ്ട് ഉന്നതിയിലെത്താൻ കഴിവുള്ളവരാണ് മിക്കവരും. മകേര നക്ഷത്രക്കാരെ ഗവേഷകർ എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ഇവർക്ക് എപ്പോഴും പുതിയ കാര്യങ്ങൾ കണ്ടെത്തുന്നതിലും ആധ്യാത്മിക, മനഃശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളിൽ അറിവ് നേടുന്നതിലും താല്പര്യമുള്ളവരാണ്. എന്നാൽ ഇവരുടെ ചില സ്വഭാവ സവിശേഷതകൾ ദോഷകരമായി മാറുകയും ചെയ്യും. എളുപ്പത്തിൽ ചതിയിൽപ്പെടാൻ ഇവർക്ക് സാധ്യത കൂടുതലാണ്. അതിനാൽ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഇടപഴകുമ്പോൾ ജാഗ്രത ആവശ്യവുമുണ്ട്. കൂടാതെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടി അമിതമായി പണം ചെലവഴിക്കുന്ന സ്വഭാവം സാമ്പത്തിക ബാധ്യതകളിലേക്കൊക്കെ നയിക്കാനും ഇടയുണ്ട്. ഇവർക്ക് ആഡംബരപ്രിയവും മദ്യത്തോടുള്ള ലഹരി വസ്തുക്കളോടും ആസക്തിയും ഉണ്ടാകാൻ സാധ്യത കൂടുതലായി കാണുന്നു. മകേര നക്ഷത്രത്തിൻ്റെ ദ്വന്ദ്വ സ്വഭാവത്തിന് കാണുന്ന ഈ വൈരുദ്ധ്യങ്ങൾക്ക് ഒരു പ്രധാന കാരണം അതിൻ്റെ ജ്യോതിഷപരമായ സ്ഥാനമാണ്. മകേര നക്ഷത്രം ഇടവം, മിഥുനം എന്നീ 2 രാശികളിലായാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഈ 2 രാശികളുടെ സ്വാധീനം നക്ഷത്രജാതരുടെ വ്യക്തിത്വത്തിൽ പ്രതിഫലിക്കുന്നുമുണ്ട്. ഇടവൻ രാശിയുടെ സ്വാധീനമുള്ളവർ പൊതുവെ കർക്കശ മനസ്കരും ഉറച്ച നിലപാടുകളോടുള്ളവരുമായിരിക്കും. അതേസമയം മിഥുനൻ രാശിയുടെ സ്വാധീനമുള്ളവർ കൂടുതൽ വിട്ടുവീഴ്ച മനോഭാവവും വഴക്കവുമുള്ളവരാണ്. 2025 ഒക്ടോബർ മകേര നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി വളരെ അനുകൂലമായ മാസമാണ്. ഈ മാസം വിജയവും സാമ്പത്തിക നേട്ടവും ഉണ്ടാകുമെന്ന് പ്രവചനങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. മകേര നക്ഷത്രക്കാർ സ്വഭാവത്താൽ ഗവേഷകർ എന്നാണ് നേരത്തെ സൂചിപ്പിച്ചിരുന്നത്. ഇവർക്ക് കാര്യങ്ങൾ വിശകലനം ചെയ്യാനും പുതിയ ആശയങ്ങൾ രൂപപ്പെടുത്താനും പ്രത്യേകം കഴിവുള്ളവരുമാണ്. ഈ മാസം അവർക്ക് തങ്ങളുടെ ചിന്തകളെയും ഗവേഷണങ്ങളെയും പ്രായോഗികമായ പ്രവർത്തനങ്ങളാക്കി മാറ്റാൻ അവസരവും ലഭിക്കും. പഠിച്ച വിദ്യ പ്രയോഗിക്കാൻ അവസരവും ഉണ്ടാകും. ഈ സാധ്യത തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നവർക്ക് മികച്ച വിജയം നേടാൻ കഴിയും. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ പൊതുവെ നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമായ കാര്യമാണ്. മകേര നക്ഷത്രക്കാർക്ക് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വേണ്ടി അമിതമായി പണം ചെലവഴിക്കുന്ന സ്വഭാവമുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഇത് സാമ്പത്തികമായ മെച്ചമുണ്ടാകുന്ന ഈ മാസം അമിത വ്യയത്തിന് കാരണമാകാൻ സാധ്യത കാണുന്നു. തൽഫലമായി ഭാവിയിൽ കടബാധ്യതകൾ ഉണ്ടാകാനും ഇടയുണ്ട്. അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ വിവേകപൂർവ്വമുള്ള തീരുമാനമെടുക്കുകയും അനാവശ്യമായ ദൂർത്തൊഴിവാക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ മുൻകരുതൽ ഈ മാസത്തെ സാമ്പത്തിക നേട്ടങ്ങളെ ദീർഘകാലത്തേക്കുള്ള ആസ്തികളാക്കി മാറ്റാൻ സഹായിക്കും. മകേര നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം ഈ മാസം പൊതുവെ നന്നായിരിക്കും. എന്നിരുന്നാൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. മാസത്തിൻ്റെ തുടക്കത്തിൽ ബന്ധങ്ങളിൽ സൗഹൃദ അന്തരീക്ഷം നിലനിർത്താൻ വിട്ടുവീഴ്ച മനോഭാവം ആവശ്യമായി വന്നേക്കാം. ഈ മാസത്തെ പ്രണയബന്ധങ്ങളെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഗ്രഹമാറ്റമുണ്ട്. ശുക്രൻ 2025 സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 9 വരെ ചിങ്ങൻ രാശിയിൽ സഞ്ചരിക്കുന്നു. ശുക്രൻ സ്നേഹത്തിൻ്റെയും ബന്ധങ്ങളുടെയും ഗ്രഹമാണല്ലോ. ഈ സംക്രമണം പഴയ ബന്ധങ്ങളെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. പഴയ ഓർമ്മകളും വികാരങ്ങളും ഈ സമയത്ത് ഉണർന്നു വരാം. ചിലപ്പോൾ ഇത് പഴയ ബന്ധം വീണ്ടും തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ ആ ബന്ധത്തിന് അന്തിമമായ ഒരു അവസാനം കുറിക്കുന്നതിനോ ഉള്ള അവസരമായി മാറും. മകേര നക്ഷത്രക്കാർക്ക് എളുപ്പത്തിൽ ചതിയിൽപ്പെടാൻ സാധ്യതയുണ്ടെന്ന് മുൻപ് സൂചിപ്പിച്ചിരുന്നു. ഈ സ്വഭാവം പഴയ ബന്ധങ്ങൾ തിരികെ വരുമ്പോൾ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരുന്നുണ്ട്. വൈകാരികമായി മാത്രം തീരുമാനമെടുക്കാതെ വിവേകത്തോടെ സമീപിച്ചില്ലെങ്കിൽ ഇത് പുതിയ പ്രശ്നങ്ങൾക്ക് കാരണമാകാനും ഇടയുണ്ട്. അതിനാൽ ഈ മാസത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായാൽ പെട്ടെന്നുള്ള തീരുമാനങ്ങളൊക്കെ ഒഴിവാക്കി കാര്യങ്ങൾ ആഴത്തിൽ വിലയിരുത്തിയ ശേഷം മാത്രം മുന്നോട്ട് പോകുന്നത് ഉചിതമായിരിക്കും. മകയിരം നക്ഷത്രക്കാർക്ക് ഈ മാസം പൊതുവെ മികച്ച ആരോഗ്യം അനുഭവപ്പെടുന്നതാണ്.
സ്വന്തം ആരോഗ്യകാര്യങ്ങളിൽ വലിയ ആശങ്കകൾക്ക് സാധ്യതയില്ല. എന്നിരുന്നാലും ദാമ്പത്യ ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും പങ്കാളിയുടെ ആരോഗ്യത്തിൽ ശ്രദ്ധയും വേണം. ഈ മേഖലയിലെ ഒരു പ്രധാന വിഷയമാണ് ആരോഗ്യശ്രദ്ധ. അതിനാൽ സ്വന്തം ആരോഗ്യത്തോടൊപ്പം പങ്കാളിയുടെ ആരോഗ്യത്തിലും ശ്രദ്ധ നൽകുന്നത് കുടുംബജീവിതത്തിൽ സമാധാനം നിലനിർത്താൻ സഹായിക്കും. വിദ്യാർത്ഥികൾക്ക് ഈ മാസം പഠനത്തിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. മകയിരം നക്ഷത്രക്കാരുടെ ഗവേഷകർ എന്ന സ്വഭാവം പഠനത്തിൽ അവർക്ക് വളരെ സഹായമാവുകയും ഇവർക്ക് കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാനും പുതിയ വിഷയങ്ങൾ പഠിക്കാനും കഴിവുള്ളവരുമാണ്. ഈ കഴിവ് ഈ മാസത്തെ ഗ്രഹസ്ഥിതികളുടെ പിന്തുണയോടെ പഠനത്തിൽ മികച്ച ഫലം നൽകാൻ സഹായിക്കുന്നതുമാണ്. മകര നക്ഷത്രക്കാർക്ക് ദോഷപരിഹാരങ്ങളായി ചെയ്യാവുന്ന ചില കാര്യങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. വ്യാഴം, ബുധൻ, ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടങ്ങളിൽ ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നത് ഉചിതമാണ്. കൂടാതെ ചൊവ്വാഗ്രഹത്തെയും അതിൻ്റെ ദേവതകളെയും പ്രീതിപ്പെടുത്താനുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതുമാണ്. ഈ നക്ഷത്രക്കാർക്ക് മദ്യത്തോടും ലഹരി വസ്തുക്കളോടും അമിതഭ്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പ്രവചനങ്ങൾ സൂചിപ്പിച്ചിരുന്നു. ദോഷപരിഹാരങ്ങൾ ഈ ദുശീലങ്ങളിൽ നിന്ന് മുക്തി നേടാനും ആത്മീയമായി ഉന്നതി നേടാനും സഹായിക്കും. സുബ്രഹ്മണ്യൻ, ഭദ്രകാളി എന്നീ ദേവതകളെ ആരാധിക്കുന്നത് ഈ മാസം വളരെ ഉചിതമാണ്. മകയിരം നക്ഷത്രം വരുന്ന ദിവസങ്ങളിൽ ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് കൂടുതൽ ഫലപ്രദമാവുകയും ചെയ്യും. 2025 ഒക്ടോബർ മകയിര നക്ഷത്രക്കാർക്ക് വളർച്ചയുടെയും പരിവർത്തനത്തിൻ്റെയും മാസമാണ്. അവരുടെ സ്വതസിദ്ധമായ ഗവേഷക സ്വഭാവത്തെ പ്രായോഗികമായ നേട്ടങ്ങളാക്കി മാറ്റാൻ ഈ മാസം അവസരം നൽകുന്നു. ഇത് തൊഴിൽപരമായ വിജയങ്ങൾക്കും സാമ്പത്തികപരമായ വളർച്ചയ്ക്കും കാരണമാകും. ഈ നേട്ടങ്ങളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനും അമിത വ്യയം ഒഴിവാക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രണയപരവും കുടുംബപരവുമായ കാര്യങ്ങളിൽ വിവേകപൂർവ്വം തീരുമാനമെടുക്കേണ്ടത് അനിവാര്യമാണ്. പഴയ ബന്ധങ്ങൾ വീണ്ടും കടന്നു വരാൻ സാധ്യതയുള്ളതിനാൽ വൈകാരികമായി മാത്രം തീരുമാനമെടുക്കാതെ ഈ നക്ഷത്രക്കാരുടെ സ്വതസിദ്ധമായ വിശകലന കഴിവ് ഉപയോഗിച്ച് സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത് ഉചിതമായിരിക്കും. മൊത്തത്തിൽ ഈ മാസം അനുകൂലമായൊരു സമയമാണ്. ജാഗ്രതയും സൂക്ഷ്മതയോടുള്ള സമീപനത്തിലൂടെ ഈ അനുകൂല സാഹചര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ മകയിര നക്ഷത്രക്കാർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.